ഹലോ, ഇന്ന് നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ടാക്കിയാലോ? തീ പോലും കത്തിക്കണ്ട കേട്ടോ. അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സ്വീറ്റ്സാണ്. പെരുന്നാളിൽ നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മധുരമാണ് കേട്ടോ അത്. അപ്പോൾ ഈ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ചേർത്താലും മതി. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ അരികുവശമൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡും നമ്മൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ച അതേ ജാറിലോട്ട് തന്നെ ഈ ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇപ്പോൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ബ്രെഡും പഞ്ചസാരയും പൊടിച്ചത് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. ഒരു അരമുറി തേങ്ങ ചിരവിയതാണ് കേട്ടോ ഇത്. അപ്പോൾ തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുക നമ്മൾ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ബ്രെഡായിരുന്നു കേട്ടോ അത്. അപ്പോൾ ബാക്കി വന്ന ബ്രെഡ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കത് നല്ലൊരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാല് ചേർക്കുന്നത്. അപ്പോൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുക നമുക്കത് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പാല് ചേർക്കാൻ. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലൊരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിനി ഇതുപോലെ തന്നെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്ത അളവിൽ. ഇനിയിപ്പോൾ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിയാണ്. പിന്നെ കഴിക്കുമ്പോൾ നല്ലൊരു തേങ്ങയുടെ ഫ്ലേവറും കിട്ടും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കൊക്കനട്ട് ബ്രെഡ് ലഡു എന്നൊക്കെ പറയാം കേട്ടോ. എന്താണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രെഡൊക്കെ വീട്ടിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. അവർക്ക് നല്ല സന്തോഷമാവും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കമൻറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കമൻറ്റ് ചെയ്യാൻ. എന്നാലേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. ട്രെല്ല എന്നാണ് കേട്ടോ ഈ ആപ്പിൻ്റെ പേര്.